നമ്മളിപ്പോൾ പറഞ്ഞ ഈ പ്രോബ്ലംസ് ഒക്കെ കാരണം പലർക്കും വലിയ ഡിമാൻഡ്സ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടാവും ഇൻകം ടാക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ ഡിമാൻഡുകൾ വന്നവർക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു അഡ്വൈസ് ഉണ്ട്. നമ്മളിങ്ങനെ ഡിമാൻഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാതിരിക്കരുത്. പലരും ഇത് ഇമെയിലിലാണ് ഈ ഓർഡറുകൾ വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആരും ഇത് ശ്രദ്ധിക്കാതെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ റവന്യൂ റിക്കവറിയും അങ്ങനത്തെ ബാങ്ക് അറ്റാച്ച് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളിലേക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നീങ്ങും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഓർഡറിന് അഗെയിൻസ്റ്റ് നമ്മളൊരു അപ്പീൽ ഫയൽ ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്യണം. അതൊരു നല്ലൊരു ടാക്സ് കൺസൾട്ടന്റിനെ കണ്ടിട്ട് അപ്പീൽ പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. 1 മാസത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ അപ്പീൽ ഫയൽ ചെയ്യേണ്ടത്. 1 മാസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെനാൽറ്റി പ്രൊസീഡിങ്സ് ഇതായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ടെമ്പററി ആയിട്ട് ഫ്രീസ് ആവും. അപ്പോൾ അവർ പെനാൽറ്റി പ്രൊസീഡിങ്സ് എടുക്കില്ല. നമ്മളിത് അപ്പീലിന് പോയില്ലെങ്കിൽ എന്താവും, ഈ ഓർഡറിന് പുറമെ പെനാൽറ്റിയും കൂടി നമുക്ക് വരും, അതും അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും. അപ്പോൾ അതാണ് അപ്പീൽ കമ്മീഷണർ അടുത്താണ് ആദ്യം നമ്മൾ അപ്പീൽ ഫയൽ ചെയ്തിട്ട് ഇനീഷ്യലി നമ്മളൊരു സ്റ്റേ പെറ്റീഷനും കൂടി ഫയൽ ചെയ്യണം. എന്നാൽ മാത്രമാണ് ആ ടാക്സ് ഡിമാൻഡ് റിക്കവർ ചെയ്യാതെ ഇരിക്കാനുള്ള സാധ്യതയുള്ളൂ. ഇനി നമ്മൾ അപ്പീൽ കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ അപ്പീൽ ഹിയറിംഗ് കഴിഞ്ഞ് അപ്പീൽ നമുക്ക് അനുകൂലമായിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷനും കൂടി നമുക്ക് അപ്പീൽ ഫയൽ ചെയ്യാനുള്ളതുണ്ട്. അത് ഇൻകം ടാക്സ് ട്രിബ്യൂണലിലേക്കാണ്. ഇൻകം ടാക്സ് ട്രിബ്യൂണലിലേക്ക് നമുക്ക് ഏത് ഡേറ്റിലാണോ അപ്പീൽ കമ്മീഷണർ ഓർഡർ വന്നുള്ളത് ആ മാസത്തിന്റെ അവസാനം തൊട്ട് 2 മാസത്തിന്റെ ഉള്ളിൽ നമ്മളൊരു അപ്പീൽ ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പീൽ ഫയൽ ചെയ്യുക. അപ്പീൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഫേവറബിൾ ആയിട്ട് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡിമാൻഡ് ഇല്ലാതാവും. ഇനി അവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ തടുത്ത അപ്പീൽ നമുക്ക് ഹൈക്കോടതിയിലേക്കാണ് പോവാവുന്നത്. ഇതാണ് നമ്മളുടെ ഒരു അസസ്മെന്റ് പ്രൊസീഡിങ്സിന്റെ ഭാഗമായിട്ട് വരുന്ന ഡിമാൻഡുകളെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട രീതി. ഒരിക്കലും അതിനെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അസറ്റ്സിനെ തന്നെ അത് അഫക്റ്റ് ചെയ്യും, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ അഫക്റ്റ് ചെയ്യും. പല ആളുകളും ഇങ്ങനത്തെ കാര്യങ്ങളിൽ പെട്ടിട്ട് മൊത്തം ഫാമിലി തന്നെ ഇല്ലാതായുള്ള സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ട്. അത് അങ്ങനത്തെ ഇതിലേക്ക് വരാതെ നോക്കണം. എപ്പോഴും നല്ലൊരു ടാക്സ് കൺസൾട്ടന്റിനെ കണ്ട് ആ കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്.